പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിനുറവിടമായ കർത്താവെ, പ്രഭാതം നൽകി അനുഗ്രഹിച്ച അങ്ങയുടെ അനന്തകാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. നിന്റെ കാരുണ്യവും നിന്റെ സ്നേഹവും നിന്റെ ചൈതന്യവും അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ വിളിച്ചതിനെ ഓർത്തും നിരന്തരം പ്രാർത്ഥിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കാരുണ്യവാനായ കർത്താവെ, ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു വ്യക്തി അരികിലേക്ക് വിധവ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ലഭിക്കുവാൻ നിരന്തരം പ്രാർത്ഥിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും നീതിരഹിതനായ ആ മനുഷ്യൻ അവർക്ക് ചെയ്തു കൊടുത്ത നീതിപൂർവമായ പ്രവൃത്തി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞങ്ങളെ ഇന്ന് അങ്ങ് നിരന്തരം പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുന്ന അങ്ങയുടെ കൃപയ്ക്ക് നന്ദി പറയും. പലപ്പോഴും പ്രാർത്ഥനയിടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് ആവശ്യം ലഭിക്കാത്തതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥന നിർത്തുകയും മടുപ്പ് തോന്നുകയും ചെയ്യുന്ന അവസരങ്ങളുണ്ട്. ഇതാ നിൻ്റെ തിരുമുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. നിൻ്റെ കരുണയും നിൻ്റെ സ്നേഹവും നിൻ്റെ ചൈതന്യവും ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുവാൻ ആവശ്യമായ എല്ലാ കൃപകളും നൽകി അനുഗ്രഹിക്കണം. നിൻ്റെ കാരുണ്യത്താൽ നിൻ്റെ സ്നേഹത്താൽ നിറച്ചുകൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് വഴി നടത്തണമേ. നിൻ്റെ കരുണ എപ്പോഴും ലഭിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നിൻ്റെ കൃപയും കാരുണ്യവും ഓരോ നിമിഷവും അനുഭവിച്ചറിയുവാൻ ഞങ്ങൾക്ക് നൽകുന്ന കൃപയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയും. ഈ ദിവസത്തിൽ നിൻ്റെ കാരുണ്യം, നിൻ്റെ സ്നേഹം, നിൻ്റെ ചൈതന്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയും. ഇന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കൃപകളും നൽകി ഈ ദിവസം നീ ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ വീഴ്ച കൂടാതെ ജീവിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ആമേൻ.